അമ്മേ, സന്ദീപ, എന്താ നിന്റെ ഉദ്ദേശം? അവരെ ഇനി ഔട്ട് ഹൗസിൽ താമസിപ്പിക്കാനാണോ? എങ്കിൽ അത് നടക്കില്ല. എല്ലാവരുടെ മുന്നിൽ വെച്ച് ആ സ്ത്രീ എന്നെ തല്ലിയത്, അതിനുള്ള അധികാരവും അവകാശവും അവർക്ക് ആര് നൽകിയെന്ന് എനിക്കറിയണം. അസമയത്ത് ഒരു അപരിചിതനെ വീട്ടിൽ വിളിച്ച് കയറ്റിയത് ചോദ്യം ചെയ്തതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതിനാണോ ആ സ്ത്രീ പരസ്യമായി എന്റെ മുഖത്തടിച്ചത്? അത് ഗഗൻ തന്നെയായിരുന്നെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നോ? ആ, അതെ, എനിക്ക് ഉറപ്പാ. നീ ഓടിക്കുന്നതിനിടയിൽ ഞാൻ അയാളുടെ മുഖം കണ്ടതാ. അത് ഗഗൻ തന്നെയാ. അപ്പോ ദേവൂട്ടി അയാളെ മനഃപൂർവ്വം വിളിച്ചു വരുത്തിയെന്നാണോ അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നത്? എന്താ, നിനക്കിനി അതിലെന്തെങ്കിലും സംശയമുണ്ടോ? എങ്കിലേ അങ്ങനെ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. ഓടിപ്പോയത് ഗഗനാണെന്നും അയാളെ ദേവൂട്ടി വിളിച്ചിട്ട് വന്നതാണെന്നും എനിക്ക് ഉറപ്പാ. എന്താ എന്താ നീ ആലോചിക്കുന്നെ? അവനെ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഈ രാത്രി തന്നെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കുമായിരുന്നു. കുറ്റം ചെയ്തത് ആരാണെങ്കിലും ഈ രാത്രി തന്നെ അവരെ ഇവിടെ ഇറക്കി വിടാമായിരുന്നു. ആ എടാ, അവന് കിട്ടിയില്ലെങ്കിലും അവള് ചെയ്തത് തെറ്റ് തന്നെയല്ലേ? തെളിവ് സഹിതം എല്ലാം നമുക്ക് ബോധ്യപ്പെട്ടതുമല്ലേ? ഈ തെളിവ് സഹിതം പറയാൻ പറ്റുമേ? ആ ഇറങ്ങി ഓടിയവനെ പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് അവനെ കൊണ്ട് സത്യം പറയിക്കായിരുന്നു. ആര് പറഞ്ഞിട്ടാണ് വന്നതെന്ന് നമുക്ക് അവനെ കൊണ്ട് പറയിപ്പിക്കായിരുന്നല്ലോ. ഇനിയിപ്പോ അങ്ങനെ ഒരു ചോദ്യം ചെയ്യലിന്റെ ആവശ്യമൊന്നുമില്ല. സാഹചര്യം എന്താണെന്ന് ഏതാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണല്ലോ. കുറ്റം ചെയ്തത് എല്ലാവർക്കും ബോധ്യമായ സ്ഥിതിക്ക് ആ ദേവൂട്ടിയെ അംബികയെ ഇവിടുന്ന് ഒഴിവാക്കുക തന്നെ വേണം. ഇന്നൊരു രാത്രി അവരോട് ഇറങ്ങിപ്പോവാൻ ഞാൻ പറയില്ല. പക്ഷെ നേരം വെളുക്കുമ്പോ അവര് രണ്ടുപേരും ഔട്ട് ഹൗസിൽ ഉണ്ടാകാൻ പാടില്ല. എന്താ നീ ചിരിച്ചു കളഞ്ഞേ? ഒരു തെളിവും കിട്ടിയില്ലെന്ന് പറഞ്ഞുകൂടാ അമ്മ. എന്റെ കയ്യില് ഒരു തെളിവുണ്ട്. പക്ഷേ അത് കാണുമ്പോ അമ്മയുടെ അവസ്ഥ എന്താവുന്ന ഇപ്പൊ എന്റെ ഒരു ടെൻഷൻ. എന്ത് തെളിവ്? എങ്കിൽ അതൊന്ന് കാണട്ടെ. മര്യാദയ്ക്ക് സത്യം പറയടാ. നീ ആര് പറഞ്ഞിട്ട് അവിടെ വന്നത്? അയ്യോ, എന്നെ അടിക്കില്ല സാറേ. എന്തിനാ വന്നത്? ഞാൻ സത്യം തുറന്നു പറയാം. സാറിന്റെ ഭാര്യ വക വേച്ചുകളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സാറിന്റെ അമ്മ തന്നതാ എനിക്ക് കൊട്ടേഷൻ. അതിന് 5000 രൂപ എനിക്ക് അഡ്വാൻസും കിട്ടി. എല്ലാം കഴിയുമ്പോ 5000 രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാ സാറേ, ഒറ്റയടിക്ക് 10000 രൂപ കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ ഈ ദ്രോഹത്തിന് കൂട്ടി നിന്നത്. ഇനി എന്നെ ഉപദ്രവിക്കല്ലേ സാറേ? അയ്യോ, എന്താമേ, ഈ തെളിവ് പോരെ കുറ്റം ചെയ്ത് ആരാണെന്ന് ബോധ്യപ്പെടാൻ? അമ്മ പറഞ്ഞ പോലെ കുറ്റം ചെയ്ത ഒരു സ്ത്രീ ആയതുകൊണ്ട് ഈ രാത്രി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണെന്ന് പറയുന്നത് മോശമാണ്. അമ്മ പറഞ്ഞ ശിക്ഷ തന്നെ ആയിക്കോട്ടെ ഈ കേസിലും. കുറ്റം ചെയ്ത ആരാണെങ്കിലും നാളെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോണം. എന്താമേ, അമ്മയ്ക്കൊന്നും പറയാനില്ലേ? മോനെ, എടാ, ഞാൻ എല്ലാവരുടെ മുമ്പിൽ എന്റെ അമ്മയെ മോശക്കാരിയാക്കണ്ടെന്ന് വിചാരിച്ചാ അവനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാതിരുന്നത്. ഇത്രയും തരം താണ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ എന്റെ അമ്മയ്ക്ക് എങ്ങനെ സാധിക്കുന്നു? എടാ മോനെ, അമ്മയ്ക്കൊരു അബദ്ധം പറ്റിയതാടാ. നീ ഒന്ന് ക്ഷമിച്ചേക്ക്. എടാ, നീ ഇതൊന്നും ആരോടും പറയരുത്. എടാ, ദേവൂട്ടിയോട് എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷെ എന്നെ തല്ലി ആ അംബികയുണ്ടല്ലോ, അവരിനി ഔട്ട് ഹൗസിൽ താമസിക്കാൻ പാടില്ല. അംബികമ്മ അമ്മയെ തല്ലിയത് ഞാൻ ന്യായീകരിക്കല്ല. പക്ഷേ അമ്മ ചെയ്ത ഒരു വലിയ തെറ്റിന് ഇങ്ങനെയെങ്കിലും ഒരു ചെറിയ ശിക്ഷ അനുഭവിക്കേണ്ട അമ്മേ. ആരും ആരെ ഇറക്കി വിടാനോ ഒഴിവാക്കാനോ ഒന്നും പോകുന്നില്ല. പിന്നെ മുത്തശ്ശി ഉൾപ്പെടെയുള്ളവരുടെ മനസ്സിൽ ദേവൂട്ടിയെക്കുറിച്ചൊരു മോശം ഇമേജ് വന്നിട്ടുണ്ട് ഇപ്പോൾ. അതും അമ്മ കാരണം. അത് മാറ്റിയെടുക്കേണ്ടത് അമ്മയുടെ ഉത്തരവാദിത്വം. അതിന് അമ്മ തയ്യാറായാൽ അമ്മയ്ക്ക് ഈ വീട്ടിൽ കഴിയാം. ഇല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ എല്ലാവരെയും കാണിച്ച് ബോധ്യപ്പെടുത്തേണ്ടി വരും. എന്താ, അത് വേണോ? അതോ പറ്റിയ തെറ്റ് അമ്മയായിട്ട് തന്നെ തിരുത്തുന്നു? മോനെ,
നീ ഇതാരെയും കാണിക്കരുത്. എല്ലാവരോടും ഞാൻ തന്നെ പറഞ്ഞോളാം. എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. വാ.